നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു കാണാം പഠിക്കാം പണിയാം. ഞാൻ സജീവ് കെ, ടെക്നിക്കൽ ഓഫീസർ IKM പാലക്കാട് ജില്ല. കേരള സംസ്ഥാനത്തിൽ നിലവിലുള്ള രൂക്ഷമായ ഒരു പ്രശ്നമാണ് പട്ടികടിക്കൽ. തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ വീട്ടിൽ പട്ടി വളർത്തുന്നവരെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നിലവിൽ പട്ടി വളർത്തുന്ന എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീട്ടിൽ നായ വളർത്തുന്നവർ നിർബന്ധമായും ലൈസൻസ് എടുത്തിരിക്കണം. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ലൈസൻസ് അനുവദിച്ച് നൽകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി ലൈസൻസിന് അപേക്ഷിക്കാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ആദ്യം സിറ്റിസൺ സർവീസ് പോർട്ടലിലേക്ക് വരിക എന്നതാണ്. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ citizen.lsg.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീന് ലഭ്യമാകും. അതിനുശേഷം അതിന് വലതുവശത്ത് കാണുന്ന രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഐ ആക്സെപ്റ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സ്ക്രീന് പോപ്പപ്പ് ചെയ്ത് വരും. അവിടെ ആധാറിലേതുള്ളതുപോലെ തന്നെ പേര് നൽകുക, കൃത്യമായി നൽകണം. ആധാറിലേതല്ലാതെ ഒരു സ്പെല്ലിങ്ങോ സ്പേസോ മാറിയാൽ നിങ്ങൾക്ക് ഒതന്റിക്കേഷൻ ഫെയിൽഡ് കാട്ടും. ഓക്കെ അല്ലേ? അതുകൊണ്ട് ആധാറിലേതുള്ളതുപോലെ തന്നെ പേര് നൽകുക, ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ എന്നിവയും കൂടി നൽകിയ ശേഷം ആ ക്യാപ്ച രേഖപ്പെടുത്തി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും ഒരു ടെമ്പററി പാസ്വേഡ് വരും. ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യേണ്ട ലോഗിൻ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ ഉപയോഗിക്കാം. ശേഷം ടെമ്പററി പാസ്വേഡും ക്യാപ്ചയും നൽകി ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്തതും പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ചോദിക്കും. ശേഷം പാസ്വേഡ് റീസെറ്റ് ചെയ്യുക, നിങ്ങളുടെ ലോഗിനിൽ പ്രവേശിക്കുക. നോക്കൂ, ഇപ്പോൾ ഞാൻ ലോഗിനിൽ പ്രവേശിച്ചിരിക്കുന്നു. അതിന്റെ ഇടതുവശത്തുള്ള 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മെനൂസ് എല്ലാം കാണാൻ കഴിയുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്തതെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ അഡ്രസ് അടക്കമുള്ള ബേസിക് ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് നൽകണം. അത്തരത്തിൽ എൻട്രി ചെയ്ത് നൽകിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇടതുവശത്ത് മെനൂസ് എല്ലാം ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അതിൽ ഇടതുവശത്ത് 5 മെനു ആണ് കാണാൻ കഴിയുന്നത്. ഇ ഫയൽ എന്ന മെനു, ഇൻബോക്സ് എന്ന മെനു, സെർച്ച് എന്ന മെനു, പേയ്മെന്റ് എന്ന മെനു, ക്വിക്ക് സർട്ടിഫിക്കറ്റ്. ഇ ഫയൽ എന്ന മെനുവിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്ന മെനു ഉണ്ട്, ആഡ് ഓൺ സേവ്ഡ് ആപ്ലിക്കേഷൻ എന്ന മെനു ഉണ്ട്, സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന മെനു ഉണ്ട്, റെക്ടിഫിക്കേഷൻ നീഡഡ് ആപ്ലിക്കേഷൻ എന്ന മെനു ഉണ്ട്. ന്യൂ ആപ്ലിക്കേഷൻ എന്ന മെനു വഴിയാണ് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്. ന്യൂ ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ നമുക്ക് മുമ്പിൽ ലിസ്റ്റ് ചെയ്യും. അതിൽ നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വലതുവശത്ത് നിന്നും സെർച്ച് സർവീസ് എന്ന ഓപ്ഷൻ വഴി സെർച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ പിഗ് ആൻഡ് ഡോഗ് ലൈസൻസിനുള്ള ഒരു അപേക്ഷയാണ് സമർപ്പിക്കാൻ പോകുന്നത്. സെർച്ച് സർവീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അവിടെ നമുക്ക് പിഗ് അല്ലെങ്കിൽ ഡോഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, പിഗ് ആൻഡ് ഡോഗ് ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ പോപ്പപ്പ് ചെയ്ത് വരും. അത് ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് വേണ്ട വിവരങ്ങൾ നൽകാം. ഓട്ടോമാറ്റിക് ആയിട്ട് മെയിൻ കാറ്റഗറി, സബ് കാറ്റഗറി, ആപ്ലിക്കേഷൻ ടൈപ്പ് ഒക്കെ വന്നു. നമ്മൾ ജില്ല സെലക്ട് ചെയ്യുന്നു. ശേഷം ഓഫീസ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. ഓഫീസിന്റെ പേര് സെലക്ട് ചെയ്യുന്നു. ശേഷം ആപ്ലിക്കന്റ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ഈ സ്ക്രീനിൽ അപ്ലിക്കന്റിന്റെ വിവരങ്ങളാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ വലതുവശത്ത് കാണുന്ന പിക് ഫ്രം പ്രൊഫൈൽ എന്ന ഓപ്ഷൻ വഴി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ എൻട്രി ചെയ്ത് കൊടുത്ത അഡ്രസ് വിവരങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നോക്കൂ, ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ആധാർ കാർഡ്, പേര്, മൊബൈൽ നമ്പർ എല്ലാം വന്നു. ഇനിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടതെങ്കിൽ ഈ പിക് ഫ്രം പ്രൊഫൈൽ എന്നത് അമർത്താതെ മാനുവലി ഇതെല്ലാം എൻട്രി ചെയ്ത് നൽകുക. ഓക്കെ ആണല്ലോ? ഓക്കെ.
ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, യെസ് കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പേജും നമ്മൾ സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇവിടെയാണ് ആപ്ലിക്കേഷൻ പ്രിപ്പറേഷൻ എന്ന സ്ക്രീൻ. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് നൽകാം, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കയറ്റാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ നൽകുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വാർഡ് സെലക്ട് ചെയ്ത് നൽകുക. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഇത് വേണ്ടത് എന്നാണ്, ഈ സർവീസ് നമുക്ക് എങ്ങനെ ലഭിക്കണം എന്നാണ്. എനിക്ക് ഇത് എൻ്റെ ഇൻബോക്സിൽ ലഭിക്കണം, എനിക്ക് ഈ ഔട്ട്പുട്ട് എനിക്ക് ഓൺലൈൻ വഴി തന്നെ ലഭ്യമാകണം. അതിനായി ഞാൻ രജിസ്റ്റേർഡ് യൂസർ ഇൻബോക്സ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകുന്നത്. സേവ് ചെയ്യുന്നു. ഓക്കെ, നോക്കൂ, അപ്പോൾ നമ്മൾ 3 ടാബിലെ വിവരങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ക്രീൻ. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ കുത്തിവയ്പ് എടുത്തതിന്റെ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ ആ സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് നൽകണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഞ്ചായത്തിൽ നിന്നും ഡോഗ് ലൈസൻസ് അനുവദിച്ച് നൽകുകയുള്ളൂ. ഇവിടെ വലതുവശത്ത് കാണുന്ന സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ വഴി നമുക്ക് വാക്സിനേഷൻ കാർഡ് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. നോക്കൂ, വാക്സിനേഷൻ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, യെസ് കൊടുക്കുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ആപ്ലിക്കേഷൻ ഫീസിന്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. ഓൺലൈനായി തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിനാൽ കോഡ് ഫീസ് സ്റ്റാമ്പിന്റെ 5 രൂപ നമ്മൾ ഓൺലൈനായി തന്നെ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ ലൈസൻസ് ഫീസായി 10 രൂപ മാത്രം നമുക്ക് പേ ചെയ്താൽ മതിയാകും. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ കാണാൻ കഴിയുന്നതാണ്. അവിടെ നിന്നും വലതുവശത്ത് കാണുന്ന ജനറേറ്റ് PDF എന്ന ഓപ്ഷൻ വഴി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. നോക്കൂ, നിലവിൽ നമ്മൾ സമർപ്പിച്ച അപേക്ഷയുടെ വിവരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അവിടെ നിന്നും എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്യാപ്ച രേഖപ്പെടുത്തുന്നു. ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഡു യു റിയലി വാണ്ട് ടു സബ്മിറ്റ് എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ പോകുന്നത് ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്കാണ്. ഇവിടെ നിന്നും നമുക്ക് പേ നൗ എന്ന ഓപ്ഷൻ വഴി ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചോ, കാർഡിന്റെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ, UPI ഓപ്ഷൻ വഴിയോ നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. വെറും 15 രൂപയ്ക്ക് നമുക്ക് ഡോഗ് ലൈസൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി ലഭ്യമാവുന്നതാണ്. നിർബന്ധമായും നിങ്ങൾ എല്ലാവരും ഡോഗ് ലൈസൻസിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വെറും 15 രൂപ മാത്രമേ നമുക്ക് ചിലവുള്ളൂ. ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഓൺലൈൻ വഴി തന്നെ ഡോഗ് ലൈസൻസിനുള്ള അപേക്ഷ സമർപ്പിക്കുക. അതിന്റെ ഔട്ട്പുട്ട് നിങ്ങളുടെ ഇൻബോക്സിൽ തന്നെ ലഭ്യമാവും. ഓക്കെ അല്ലേ? ഓൺലൈൻ വഴി എങ്ങനെയാണ് ഡോഗ് ലൈസൻസിനുള്ള അപേക്ഷ സമർപ്പിക്കുക എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.